പത്തനംതിട്ടയുടെ മലയോര മണ്ഡലമായ റാന്നിയിൽ ഇത്തവണ പോരാട്ടം കടുത്തതാണ്. ഇടതുകോട്ടയാണ് LDFും മാറ്റത്തിന്റെ കാറ്റെന്ന് UDFും അവകാശപ്പെടുമ്പോൾ 2020യുടെ കടന്നുവരവ് മണ്ഡലത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ തിരുത്തിക്കുറിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. വികസന തുടർച്ചയും തദ്ദേശ ഭരണ രംഗത്തെ രാഷ്ട്രീയ മാറ്റങ്ങളും വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ശബരിമലയും ഒപ്പം കർഷകർ നേരിടുന്ന വന്യമൃഗശല്യവും സജീവ ചർച്ചയാകുന്ന റാന്നിയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. 3 പതിറ്റാണ്ടായി ഇടതിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് റാന്നി. LDFിൽ കേരള കോൺഗ്രസിന്റെ സീറ്റായ മണ്ഡലത്തിൽ വികസന നായകനെന്ന പരിവേഷവുമായാണ് സിറ്റിംഗ് MLA പ്രമോദ് നാരായൺ വോട്ടർമാരെ സമീപിക്കുന്നത്. റോഡുകളുടെ നവീകരണം, സോളാർ വേലി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ മുൻനിർത്തിയാണ് LDF പ്രചാരണം. മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന വിവാദ വിഷയങ്ങളെല്ലാം വികസന നേട്ടങ്ങൾ കൊണ്ട് മറികടക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതു ക്യാമ്പ്. എന്നാൽ കാറ്റ് മാറി വീശുമെന്ന പ്രതീക്ഷയിലാണ് UDF. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം മാറ്റിവെച്ച് KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധുവിനായി ഒറ്റക്കെട്ടാണ് UDF. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ റാന്നി UDFിന് നൽകുന്ന മുൻതൂക്കവും ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും നേടിയ വിജയവും അവർക്ക് കരുത്തു പകരുന്നു. 1285 വോട്ടുകൾക്ക് കൈവിട്ട മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാൻ സർവ്വസന്നാഹങ്ങളുമായാണ് പാർട്ടി കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിലേക്കാണ് NDAയുടെ 2020 മൂന്നാം ശക്തിയായി കടന്നുവരുന്നത്. തോമസ് കെ സാമുവലിലൂടെ BJP BDJS വോട്ടുകൾക്ക് പുറമെ ന്യൂനപക്ഷ വോട്ടുകളിലും 2020 കണ്ണുവെക്കുന്നു. ശബരിമല മുഖ്യ വിഷയമാകുന്ന മണ്ഡലത്തിൽ BJPയുടെ വോട്ട് ബാങ്ക് നിർണായകമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ സമാഹരിച്ച 39,000-ലധികം വോട്ടുകൾ മണ്ഡലത്തിലെ ശക്തമായ സാന്നിധ്യമായി അവരെ മാറ്റുന്നു. വികസനവും വിശ്വാസവും രാഷ്ട്രീയ മാറ്റങ്ങളും സജീവ ചർച്ചയാകുന്ന റാന്നിയിൽ വിധി നിർണ്ണയിക്കുക മലയോര ജനതയുടെ നിലപാടുകളാകും. 3 മുന്നണികൾക്കും ഒരുപോലെ നിർണായകമായ ഈ പോരാട്ടത്തിൽ റാന്നിയുടെ ജനവിധിക്കായി കേരളം കാത്തിരിക്കുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട.